നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സസ്. വി ഡിസ്കസ് അബൌട്ട് മൊമെന്റ് ഓഫ് ഫോഴ്സസ്. അതായത് ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഷർ ആണ്. എന്തിനുള്ള അളവാണ്? ഹൗ മച്ച് എ ഫോഴ്സ് കോസസ് എൻ ഒബ്ജക്റ്റ് ടു റൊട്ടേറ്റ്. ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നു എന്നതിന് അതേപോലെ ആ ഫോഴ്സ് കൊടുക്കുന്നതിനും ഒരു സ്പെസിഫിക് പോയിന്റിലാണ് നമ്മളത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ടോർക്ക് എന്നും പറയാം. മൊമെന്റ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഉണ്ടായിരിക്കും, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഉണ്ടായിരിക്കും. അപ്പോൾ എഫ് ഇൻറ്റു ഡി ആണ് മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. എഫ് ഈസ് ദ അപ്ലൈഡ് ഫോഴ്സ്, ഡി ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ. അതായത് ഇപ്പൊ ഒരു സ്കെയിൽ ഞാൻ ഒരു സൈഡിൽ ഫിക്സ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ദെൻ ആ സ്കെയിലിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്കെയില് ഒരു സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ അതിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഒന്ന് ഇങ്ങനെ ബെൻഡ് ആവും. അപ്പൊ ബെൻഡ് ആവുന്നതാണ് നമ്മുടെ റൊട്ടേഷൻ കൺസെപ്റ്റ്. അപ്പൊ അതിന് കാരണക്കാരൻ ഈ കൊടുത്ത ഫോഴ്സും അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. 20 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഈ റൊട്ടേഷന് കാരണമായിട്ടുള്ളത്. ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യോ? ഇല്ല, റൊട്ടേറ്റ് ചെയ്യില്ല. ഫിക്സഡ് ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പൊ എം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ദെൻ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നൊക്കെ പറയാം. കിലോ ന്യൂട്ടൺ മീറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വാരിഗ്നസ് തിയറം. Varigness theorem states that the moment of a force about a point is equal to the sum of the moments of its components about the same point. അതായത് ഇപ്പൊ ഒരു ഫോഴ്സ്, ഒരു സിസ്റ്റത്തിൽ കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ട്. ആ നമ്പർ ഓഫ് കമ്പോണൻസിനെ എല്ലാം നമുക്ക് സോൾവ് ചെയ്തിട്ട് ഒരു സിംഗിൾ റിസൾട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതേപോലെ ഒരു സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എബൌട്ട് എ പോയിന്റ്, ഒരു മൊമെന്റ് അല്ലെങ്കിൽ സിംഗിൾ റിസൾട്ടന്റ് മൊമെന്റ് ഫോഴ്സ് എബൌട്ട് എ പോയിന്റ് വിച്ച് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അല്ലെങ്കിൽ സം ഓഫ് ദ മൊമെന്റ്സ് ഓഫ് ഇറ്റ്സ് കമ്പോണന്റ് എബൌട്ട് ദ സെയിം പോയിന്റ്. ഈ ഒരു തിയറത്തിനെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റം എന്നും കൂടി പറയും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനെങ്കിലും ഇത് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഇത് നെക്സ്റ്റ് പറയുന്നത് ഫ്രീ ബോഡി ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം. അതായത് നമ്മുടെ ഒരു വസ്തുവിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണോ വെർട്ടിക്കൽ ഡയറക്ഷനിലാണോ, നമ്മൾ എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്താണ് അവിടെ ഫോഴ്സിന്റെ ഒരു എഫക്റ്റ് അത് വരും. അപ്പൊ അങ്ങനെ റെപ്രസെന്റേഷൻ വരുന്നെങ്കിൽ അതിന് ആ ഒരു സിംഗിൾ ബോഡീനെ കൺസിഡർ ചെയ്യുന്നതിനെ ഫ്രീ ബോഡി എന്നും, അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യുന്നതിനെ ഫ്രീ ബോഡി ഡയഗ്രാം എന്നും പറയും. അതായത് എ ഫ്രീ ബോഡി റെഫേഴ്സ് ടു എൻ ഐസൊലേറ്റഡ് ഒബ്ജക്റ്റ്. ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് ബാക്കിയുള്ള സറൗണ്ടിങ്സ് എല്ലാം അതിനെ മാറ്റി നിർത്തി അത് മാത്രം ഒരു സിംഗിൾ പീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിനെ ഫ്രീ ബോഡി എന്നും. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഈ ഐസൊലേറ്റഡ് ഒബ്ജക്റ്റിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ. എന്നിട്ട് അതിൽ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ഫോഴ്സസും മൊമെന്റും ഒക്കെ ആക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. അതിനെ ഫ്രീ ബോഡി ഡയഗ്രാം എന്നും പറയും. എന്നിട്ട് നമ്മൾ അതിനെ ഒബ്ജക്ട്സിന് ഇക്വിലിബ്രിയം ആണോ മോഷൻസ് ആണോ എന്നനുസരിച്ച് ന്യൂട്ടൺസ് ലോസ് ഒക്കെ അനുസരിച്ച് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ ഇപ്പൊ ഒരു സ്മൂത്ത് സർഫസ് ആയിട്ടുള്ള ഒരു കൺസിഡർ ചെയ്യാം. അതായത് ഒരു വീല് റോഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ വീലും റോഡും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. പിന്നെ വീലിന്റെ വെയിറ്റ് താഴേക്കാണ്. അപ്പൊ ഡബ്ല്യു താഴേക്ക് ആക്ട് ചെയ്യുന്നു. നമ്മുടെ സർഫസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഡബ്ല്യു ആറും റെപ്രസെന്റേഷൻ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ഫിഗർ കൊടുത്തിട്ടുള്ളത് ഒരു ബോൾ അല്ലെങ്കിൽ ഒരു വീല് തൂക്കിയിട്ടിരിക്കുകയാണ്. ആ വീലിന്റെ സെന്ററിലേക്ക് ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ട്രിങ് തൂക്കിയിട്ടിട്ടുണ്ട്. ആ വീലിന് താഴേക്ക് ഒരു വെയിറ്റ് ഹാങ് ചെയ്യുന്ന പോലെയുണ്ട്. അതല്ലെങ്കിൽ ആ വീലിന്റെ വെയിറ്റ് താഴേക്കുണ്ട്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ വലിവ് വരുന്ന സമയത്ത് ഈ സ്ട്രിങ്ങിൽ എന്ത് ചെയ്യുന്നു, ഒരു വലിവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ ഈ സർഫസിൽ ഒരു ടച്ചും ഇത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടെ സ്ട്രിങ്ങിൽ വരുന്ന ടെൻഷന്റെ റെപ്രസെന്റേഷൻ വരും. ഡബ്ല്യു വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. അതേപോലെ നമ്മളുടെ ഇവിടെ സർഫസിൽ ടച്ച് ചെയ്തത് കൊണ്ട് അവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും കൂടി വരും. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒരു സ്ട്രിങ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആ സ്ട്രിങ്ങിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു വെയിറ്റ് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സ്ട്രിങ്ങിന്റെ സൈഡിലും രണ്ട് കെട്ടി ഭാഗത്തും വരുന്ന സമയത്ത് അവിടെ ടെൻഷൻ ഫീൽ ചെയ്യും. അതാണ് T1 അല്ലെങ്കിൽ T2 എന്ന രീതിക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നതാണ് നമ്മുടെ വെയിറ്റ് സെന്ററിലും ആ ടെൻഷനും മാർക്ക് ചെയ്തതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു ബീക്കറിൽ രണ്ട് ബോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബോൾ എവിടൊക്കെ ടച്ച് ചെയ്യുന്നു, ഈ ഒരു സർഫസിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഇതിന്റെ രണ്ടിന്റെ സർഫസ് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ സൈഡിൽ ഈ വശം ചെയ്തു. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റത്തെ ഈ ഒരു കേസ് എടുക്കുമ്പോൾ ഫസ്റ്റത്തെ വൺ ബോൾ ഇതായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യു വെയിറ്റ്, പിന്നെ നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന R1, പിന്നെ സെന്ററിൽ രണ്ട് ബോളും തമ്മിൽ കണക്ട് ചെയ്ത സമയത്ത് എന്ത് അവിടെ ഒരു റിയാക്ഷൻ. അപ്പൊ 3 റിയാക്ഷൻ അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ബോൾ എടുക്കുന്ന സമയത്ത് വീണ്ടും ഈ R2 സെയിം ഇങ്ങോട്ട് വരുന്നു, വെയിറ്റ് W, ബോട്ടത്തിലുള്ള R3, പിന്നെ R4. അതിൽ ഈ R2 എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ ശരിക്കും ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ രണ്ട് വെയിറ്റ് W വെയിറ്റ് R1, R4 ആൻഡ് R3. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ ഇത് ചില സമയങ്ങളിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വരയ്ക്കാൻ വേണ്ടി മാത്രം നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഫോർ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആണ്. അതായത് ഒരു സെവറൽ ഫോഴ്സസ് ആക്ട് ചെയ്യാണ് ഒരു പാർട്ടികളിൽ, പക്ഷെ അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെങ്കിൽ അപ്പൊ അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സസും ആക്ട് ചെയ്യില്ല. അതായത് അതിലെ എല്ലാ നെറ്റ് ഫോഴ്സസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഈ കണ്ടീഷനെ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയും. ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കുമ്പോൾ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡിൽ എടുക്കുന്ന സമയത്ത് ആൾജിബ്രിക് സം ഓഫ് കമ്പോണൻസ് ഓഫ് ഓൾ ഫോഴ്സസ് in any direction may be taken as horizontal in their plane must be 0. That is sigma h is equal to 0 condition. അതേപോലെ all vertical forces in all components എടുക്കാന്നുണ്ടെങ്കിലും അത് 0 ആയിരിക്കും. അതേപോലെ മൊമെന്റ് ഓഫ് ഓൾ ഫോഴ്സസ് about a point എടുക്കാന്നുണ്ടെങ്കിലും അതും 0 കണ്ടീഷനിലായിരിക്കും. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഓഫ് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സസും അവിടെ ഉണ്ടായിരിക്കുകയില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലാമിസ് തിയറം ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. 3 മാർക്കിന്റെ തിയറം ചോദിക്കാം. 1 മാർക്കിന് ജസ്റ്റ് ഡെഫിനിഷൻ പോലെ ചോദിച്ച ഇക്വേഷൻസ് എഴുതാനുള്ളതും വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് സേസ് ദാറ്റ് if 3 coplanar forces acting at a point, ഒരു 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് at a point in a body, ഇറ്റ് ഇസ് കീപ്പ് ഇൻ ഇക്വിലിബ്രിയം. ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയം സ്റ്റേജിലാണ് നിൽക്കുന്നത്. നെറ്റ് എഫക്റ്റ് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ then each force is proportional to, ഓരോ ഫോഴ്സും each force is proportional to the sine of the angle between the other two forces. അതായത് ഇപ്പൊ പി ഫോഴ്സസ് എടുക്കാന്നുണ്ടെങ്കിൽ അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡിലുള്ള സൈൻ ആൽഫയുടെ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഫോഴ്സസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പി ബൈ സൈൻ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ, ബിക്കോസ് ദീസ് ആർ ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. അതുകൊണ്ടാണ് ഈ പി ബൈ സൈൻ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ. അതായത് പി പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫയാണ്. അപ്പൊ പി പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ കോൺസ്റ്റന്റ് വാല്യൂ വരും. അപ്പൊ പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് തന്നെയാണ് ക്യൂ ബൈ സൈൻ ബീറ്റ.
ഇത് തന്നെയാണ് ആർ ബൈ സൈൻ ഗാമയും. അപ്പോൾ നമ്മൾ ഇത് ഈക്വൽ ആക്കി എഴുതുന്ന സമയത്ത് പി ബൈ സൈൻ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ. ദീസ് ആർ ലാമീസ് തിയറം. ദെൻ ലാമീസ് തിയറത്തിൽ നമുക്ക് പ്രോബ്ലം വരുന്നുണ്ട്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻ ഇലക്ട്രിക് ലൈറ്റ് ഫിക്സ്ചർ വെയിങ് 150 ന്യൂട്ടൺ. ഒരു ഇലക്ട്രിക് ലൈറ്റ് ഫിക്സ്ചർ അല്ലെങ്കിൽ ഒരു ബൾബ് എന്ത് ചെയ്തിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. ആ ബൾബിന്റെ വെയിറ്റ് എത്രയാണ്? 150 ന്യൂട്ടൺ ആണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് സി ആണ്. By the two side stay wires AC and BC as shown in figure. BC as shown in figure. Determine the tension in the stay wire using Lami's theorem. Lami's theorem use ചെയ്തിട്ട് ഈ സ്റ്റേ വയറിൽ വരുന്ന ടെൻഷൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫിഗർ 45 ഡിഗ്രി ബി പോയിന്റിലും പോയിന്റ് എയിൽ 60 ഡിഗ്രി ആണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആംഗിൾ വരുന്ന സമയത്ത്, ഇവിടെ വരുന്ന സമയത്ത് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്ര വരും? 45 ഡിഗ്രി വരും. ഇവിടെ വരുന്ന ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി വരും. അപ്പോൾ ബാക്കി ബാലൻസ് നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രി ആണ്, ഇതും 90 ഡിഗ്രി ആണ്. അപ്പോൾ 90 പ്ലസ് 45 നമുക്ക് 135 എന്നും 90 പ്ലസ് 60 150 എന്നും കിട്ടും. അതേപോലെ ഇവിടെ ബാലൻസ് വരുന്നത് 75 ഡിഗ്രി ആയിരിക്കും. മൊത്തം 360 ആണല്ലോ. അപ്പോൾ 75 ഡിഗ്രി. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് 150 ഡിവൈഡഡ് ബൈ സൈൻ 75 വിച്ച് ഇസ് ഈക്വൽ ടു ടെൻഷൻ അറ്റ് ബി സി ലൈനിൽ എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ 150 which is equal to TAC opposite angle 135. TAC divided by sin 135. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം. രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ 150 ഡിവൈഡ് ബൈ സൈൻ 75 ഇൻറ്റു TBC ബൈ സൈൻ 150 ഉള്ളത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തുമ്പോൾ ഇൻറ്റു സൈൻ 150. അപ്പോൾ നമുക്ക് 77.65 ന്യൂട്ടൺ കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ 150 ബൈ സൈൻ 75 വിച്ച് ഇസ് ഈക്വൽ ടു TAC ഡിവൈഡ് ബൈ സൈൻ 135 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ കിട്ടും. അപ്പോൾ ഏറ്റവും ഈസി മെത്തേഡാണ് ലാമീസ് തിയറം എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ഒന്നും കൂടി കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുക. ഇത്രയും പോർഷൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 ഉള്ളത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉള്ളത്, ഫൈൻഡ് ഔട്ട് ദ ടെൻഷൻ. നമുക്ക് പ്രോബ്ലം ഞാൻ കാണിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ഫൈൻഡ് ഔട്ട് ദ ടെൻഷൻ ഇൻ ഓൾ ദ സ്ട്രിങ്സ് എ ബി ബി സി ആൻഡ് സി ഡി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതായിരിക്കും? ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ്, അതായത് ലാമീസ് തിയറം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 2 സ്ട്രിങ്ങുകൾ ഉണ്ട്. ഫസ്റ്റത്തേൽ ഒരു 15 ന്യൂട്ടൺ ഹാങ് ചെയ്തിട്ടുണ്ട് പോയിന്റ് ബിയിൽ, സിയിൽ 8. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് അറിയാം, ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാമീസ് തിയറം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എ ബി സി ബി പോയിന്റ് മാത്രം എടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ പോയിന്റിലാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഈ പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സോൾവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റ് ബി എടുക്കുകയാണ്. പോയിന്റ് ബി എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. 125 ഡിഗ്രിയാണ് ആംഗിൾ ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്കറിയാം 90 ഡിഗ്രി വരും. അപ്പൊ 90 125 ബാക്കി ബാലൻസ് ചെയ്ത് വരുന്ന ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. 360 ബാക്കി വരുന്ന ഫോഴ്സ് ഇവിടെ വരും. അതേപോലെ ഇവിടെ 110, ഇവിടെ വീണ്ടും 90 ഡിഗ്രി വരും. ബാക്കി ബാലൻസിങ് ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 110ഉം 90ഉം 200, അപ്പോൾ 160 ഇവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് ഒന്ന് ജസ്റ്റ് പോവാം. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കാം 90 ഡിഗ്രി 125, അപ്പോൾ ബാക്കി ബാലൻസ് ഫോഴ്സ് 145. ദെൻ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ലാമീസ് തിയറം കൊടുക്കുക. എന്നിട്ട് എഫ് ബി എയും എഫ് ബി സിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഫ് ബി സി എടുക്കുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ 1 sin 145. ദെൻ എഫ് ബി എ എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആംഗിൾ 90 ഡിഗ്രി. എഫ് ബി എ ഡിവൈഡ് ബൈ സൈൻ 90 വിച്ച് ഇസ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ സൈൻ 125. നമ്മൾക്ക് ഇവിടെ എഴുതി.
അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇത് സോൾവ് ചെയ്യാം. എഫ് ബി എ എന്നുള്ളത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കിട്ടുന്നത് 61. അതേപോലെ എഫ് ബി സി സൈൻ 145 വിച്ച് ഈസ് ഈക്വൽ ടു 50 ബൈ സൈൻ 125. അപ്പൊ എഫ് ബി സി ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു സൈൻ 145 ഹരിക്കണം സൈൻ 120. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 35. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ബി സി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കാം. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കുന്ന സമയത്ത് പോയിന്റ് സി ആണ് ഞാൻ എടുക്കുന്നത്. പോയിന്റ് സി എടുക്കുന്ന സമയത്ത് അവിടെ ആംഗിൾ 160, 90 ഡിഗ്രി, 110. ദെൻ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് എഫ് സി ഡി ഡിവൈഡ് ബൈ സൈൻ 90, എഫ് സി ബി ഡിവൈഡഡ് ബൈ സൈൻ 160, 80 ഡിവൈഡഡ് ബൈ സൈൻ 110 ആണ്. അപ്പൊ ഇവിടെ 80 ന്യൂട്ടൺ ആയതുകൊണ്ട് എഫ് സി ബിയിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. രണ്ട് ഭാഗത്തു നിന്നുള്ള ഇത് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് എഫ് സി ഡിയും എഫ് സി ബിയും നമുക്ക് വാല്യൂസ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിൽ രണ്ട് ലോഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. സിംഗിൾ ലോഡ് വരുന്ന സമയത്ത് ലാമീസ് തിയറം ചെയ്തു, രണ്ട് ലോഡ് വരുന്ന കണ്ടീഷനിലും. അപ്പൊ ഇത്രയും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. മാക്സിമം അത് ചെയ്യാൻ നോക്കാം. ഇനി നിങ്ങൾ കുറെ പ്രോബ്ലംസ് എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൊഡ്യൂൾ 1 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോഴ്സ് സിസ്റ്റംസ്, റിസൾട്ടന്റ്, കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസിൽ സോൾവ് ചെയ്യുന്നത്, റെസൊല്യൂഷൻ മെത്തേഡ്, ലാമീസ് തിയറം, പിന്നെ പാരലലോഗ്രാം, ലോ ഫോഴ്സസിൽ പ്രോബ്ലംസ് ചോദിക്കും. പാരലലോഗ്രാം, ലോ ഫോഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത്. പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എ പാർട്ടിൽ വരുന്ന സമയത്ത്, അതേപോലെ മൊഡ്യൂൾ 1 നിങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് എ എടുക്കുകയാണ്. പാർട്ട് എ എടുക്കുന്ന സമയത്ത് അതിൽ 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് മാക്സ് വരുള്ളൂ. ഡിഫൈൻ ഫോഴ്സ്, സ്റ്റേറ്റ് വാരിഗ്നസ് തിയറം, 1 മാർക്കിന് വാരിഗ്നസ് തിയറം ചോദിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പാർട്ട് ബിയിൽ വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്, റിസൾട്ടന്റ്, ഇക്വിലിബ്രിയം ആൻഡ് മൊമെന്റ് ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്താണ്, ഇക്വിലിബ്രിയം എന്താണ്, റിസൾട്ടന്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. അതിലത്തെ ഓരോ സെന്റൻസ് നമുക്ക് കുറച്ചെങ്കിലും അറിഞ്ഞിരുന്നാലേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫോഴ്സ് ആണ്, ദാറ്റ് വിൽ റീപ്ലേസ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആൻഡ് പ്രൊഡ്യൂസ് എ സിംഗിൾ എഫക്റ്റ്. അതേപോലെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 then the particle cannot be brought to rest. അതായത് റിസൾട്ടന്റ് ഫോഴ്സ് ഒരിക്കലും 0 ആവില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബോഡിയെ എന്ത് ചെയ്യാൻ പറ്റില്ല? റെസ്റ്റിൽ നിർത്താൻ പറ്റില്ല. കാരണം എല്ലാ നെറ്റ് ഫോഴ്സും 0 ആകുമ്പോഴേ അത് വെറുതെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ റെസ്റ്റ് ബൈ അപ്ലൈ എ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു റിസൾട്ടന്റ് ഫോഴ്സ് കാൾഡ് ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ റിസൾട്ടന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതേപോലെ പക്ഷേ ഈ റിസൾട്ടന്റ് ഈക്വൽ ആയിരിക്കും. ആ ഇതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒരു ബോഡിയെ റൊട്ടേറ്റ് ചെയ്യാൻ. ദെൻ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഓഫ് എ ഫോഴ്സ് ടെൻഡ്സ് ടു റൊട്ടേറ്റ് ദ ബോഡി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എബൌട്ട് എ പോയിന്റ്. അതാണ് നമുക്ക് മൊമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പൊ ഇത്രയും എഴുതിയാലേ ഉള്ളൂ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ലൈറ്റ്, നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം. അപ്പൊ ഒരു 3 മാർക്ക്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 സർഫസുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതിനൊരു വെയിറ്റ് തൂങ്ങിയിട്ടുണ്ടായിരിക്കും, വെയിറ്റ് W ഉണ്ടാവും. പിന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. അതേപോലെ ഇവിടെയും. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനുണ്ടാവും. ഞാൻ ജസ്റ്റ് അതിന്റെ ആൻസർ കീ ഒന്ന് കാണിക്കാം. കണ്ടോ? നമുക്ക് ആംഗിളിൽ 2 സൈഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ ഇത് വരച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ 3 മാർക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ ഒരു 9 മാർക്ക് പാർട്ട് എയിൽ വന്നു. പക്ഷെ ഇനി നമുക്ക് പാർട്ട് സിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എവിടേക്കാ നോക്കും? മൊഡ്യൂൾ 1 കഴിഞ്ഞു.
പിന്നെ മൊഡ്യൂൾ 1ന്റെ ക്വസ്റ്റ്യൻസ് എവിടെയില്ല പാർട്ട് ബിയിൽ. പിന്നെ പാർട്ട് സിയിൽ വരുമ്പോൾ നമുക്ക് ആകെ ഉള്ളത് 2 എസ് ക്വസ്റ്റ്യൻ, അത് ഓർ. അപ്പൊ അതിലൊരു 7 മാർക്കേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒന്നുകിൽ ഒരു ഇലക്ട്രിക് ലൈറ്റ് ബൾബ് ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആണ് നിങ്ങൾക്ക് വരാറ്. അപ്പൊ അത് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വരാവുന്നത് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസിന്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ് വെച്ചിട്ടുള്ള അനലിറ്റിക്കൽ മെത്തേഡ്, ആ പ്രോബ്ലവും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചോളണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.